എനിക്ക് 24 വയസ്സായി. 19ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ എനിക്കൊരു കുട്ടിയുണ്ട്. കല്യാണം കഴിഞ്ഞത് വരെ എല്ലാ കാര്യത്തിലും, അഥവാ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം ഞാൻ ശ്രദ്ധാലുവായിരുന്നു. ളുഹ നമസ്കരിച്ചിരുന്നു, വിത്ർ നമസ്കരിച്ചിരുന്നു. ഒരു സുന്നത്തായ കാര്യങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചു പോരാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സുന്നത്ത് പോയിട്ട് ഫർള് പോലും കൃത്യമായി സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പഴയതുപോലെ നമസ്കരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പരിഹാരം അടിയന്തരമായി നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു സഹോദരിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് കുടുംബപരമായ ഭാരങ്ങളും ജോലികളും വന്നപ്പോൾ പൊതുവെ ദീനി കാര്യങ്ങളിൽ ഒരു കണിശത കുറഞ്ഞു പോയി എന്നാണ് ചോദ്യത്തിൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി, ഒരു അനുഗ്രഹം, ഒരു കടാക്ഷം, അത് സമ്പത്തിലുണ്ട്. സമ്പത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് 300 രൂപയാണെങ്കിൽ അതിനൊരു 3000 രൂപൻ്റെ ഒരു ഗുണം ലഭിക്കും. അതേപോലെ തന്നെ എന്നാൽ നമ്മളടുത്ത് 30,000 രൂപ ഉണ്ടെങ്കിലും അതിനൊരു 3 രൂപൻ്റെ ഗുണം ലഭിക്കാതിരിക്കും. അപ്പോൾ അത് സമ്പത്തിനുണ്ട്. അപ്പോൾ സമ്പത്ത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, നമുക്കതിനൊരു ബർക്കത്ത് അല്ല തരണം, എങ്കിലേ ആ സമ്പത്ത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. അതേപോലെ സമയത്തിനുണ്ട് അങ്ങനെ, സമയത്തിനുമുണ്ട് അങ്ങനെ ഒരു ബർക്കത്ത്. അപ്പോൾ പണ്ഡിതന്മാർ പറയും നിങ്ങൾ രാവിലെ കുറച്ച് അധികം ഖുർആൻ പാരായണം ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് അന്നത്തെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു അത് കിട്ടും, ഒക്കെ സൗകര്യത്തിൽ നടക്കും. അതാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറുൽ അൽബാബ്, ഒരു മുബാറക്കായ ഗ്രന്ഥം. അപ്പോൾ ഖുർആനുമായുള്ള എല്ലാ കണക്ഷനുകളും നമുക്ക് ബർക്കത്ത് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു ഖുർആൻ ക്ലാസ്സിന് പോയാൽ ഒരു ബർക്കത്ത് കിട്ടും, ഖുർആൻ ഓതിയ ഒരു ബർക്കത്ത് കിട്ടും. അത് 5 പേജ് ഓതിയാൽ അതിൻ്റെ ബർക്കത്ത് ഉണ്ടാവും, 10 പേജ് ഓതിയാൽ അതിൻ്റെ ബർക്കത്ത് ഉണ്ടാവും, ഒരു ജുസു ഓതിയാൽ അതിൻ്റെ ബർക്കത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സഹോദരിക്ക് പറ്റിയത് ഈ നിസ്കാരം, അതേമാതിരി ഖുർആൻ പാരായണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തിയപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ളൊരു ബർക്കത്ത് എന്ത് ചെയ്തു, കുറഞ്ഞു പോയി. ആ ടെൻഷനാണ് ഇപ്പോൾ അവർ നമ്മൾ എഴുതി ചോദിക്കുന്നത്. ഒരു താമസമില്ലാതെ അവരെന്ത് ചെയ്യാം, ദീനിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. രാവിലെ ഞാനൊരു 4 മണിക്ക് ഉണരും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 5 മണി വരെ ഞാൻ രാത്രി നിസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളൊക്കെ നടത്തും. പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്കാറുകൾക്ക് ഒരു 10 മിനിറ്റ് ചിലവഴിക്കും. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വരും, കാര്യങ്ങൾ ചെയ്യും. ഒരു 12 മണിയാകുമ്പോഴേക്കിന് എൻ്റെ എല്ലാ കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ലോഹറിന് വേണ്ടി ഒരുങ്ങും. ലോഹറിൻ്റെ ആദ്യത്തെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ ലോഹർ നിസ്കരിച്ചിട്ട് പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. പിന്നെ അസറിൻ്റെ സമയം കുട്ടികൾ വരുമ്പോഴേക്കിന് ഞാൻ എന്ത് ചെയ്യും, അസർ നിസ്കരിക്കും. ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ദീനി കാര്യങ്ങൾക്ക് അവർ വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈസിയായി നടക്കും. ജോലി ഭാരങ്ങൾ കുറയും, അത് പല നിലക്കും പരിഹരിച്ചു പോകും, ബുദ്ധിമുട്ടുകൾ കുറയും. അതാണ് പരിഹാരം. ഇവർ സ്വാഭാവികമായും ദീനിൻ്റെ കണിശത വിട്ടപ്പോൾ അവരാകെക്കൂടെ എന്ത് ചെയ്യാണ്, ഒരു ഡിസോർഡർ, എല്ലാം ഒരു പ്രശ്നത്തിലായ ഒരു വിഷമമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ദീനി കാര്യങ്ങൾ ഓർഡറാക്കിയാൽ എല്ലാ കാര്യങ്ങളും ഓർഡറായി പരിഹരിച്ചു പോകും.